are watching 24 Prime Hours. നമസ്കാരം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇന്നും രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ ദില്ലിയിൽ ജന്തർ മന്ദറിൽ ജാമിയ മിലിയ വിദ്യാർത്ഥികളുടേതടക്കം പ്രതിഷേധം നടക്കുന്നുണ്ട്. സംസ്ഥാനത്തും പ്രതിഷേധമുണ്ടായിരുന്നു. ഏറെക്കുറെ സമാധാനപരമായിരുന്നു പ്രതിഷേധങ്ങളൊക്കെ എന്ന് പറയാം. എങ്കിൽ കൂടിയും ചില പ്രതിഷേധങ്ങളൊക്കെ ചെറിയ തോതിൽ അക്രമാസക്തമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒപ്പം പ്രമുഖർക്ക് നേരെ കരിങ്കൊടി കാട്ടുന്ന കാഴ്ച. അത് തന്നെ ക്രിസ്റ്റീന, രണ്ടെണ്ണം കേരളത്തിൽ നിന്നാണ്. വി മുരളീധരനും കർണാടക മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ പശ്ചിമ ബംഗാൾ ഗവർണർക്ക് നേരെ അവിടെയും പ്രതിഷേധം വിദ്യാർത്ഥികളുടേത് ഉണ്ടായെന്ന വാർത്ത. മരട് ഫ്ളാറ്റ് പൊളിക്കാനുള്ള സമയം തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു സർവകക്ഷി യോഗവും മുഖ്യമന്ത്രി വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ ഒരു പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സംയുക്ത സമരം ഇനി സാധ്യമല്ലെന്ന് പറയുമ്പോഴും സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പരിഷ്കരണ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകാൻ ഇന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നു. ഇത് NRCയിലേക്കുള്ള ചുവടുവയ്പ്പാണോ എന്ന ആശങ്ക ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത് എന്നതാണ്. എന്തായാലും ഈ വാർത്തകളെല്ലാം പരിശോധിക്കാം. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ന്യൂസ് ട്രാക്ക് 1710 സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പരിഷ്കരണ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട്. ബയോമെട്രിക് രേഖകൾ ആവശ്യമില്ലെന്ന വിശദീകരണം. വിവരശേഖരണം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ. നടപടികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ജാമിയ മിലിയ വിദ്യാർത്ഥികളുടെ ജന്തർ മന്ദർ മാർച്ച്. ജാദവ്പൂർ സർവകലാശാലയിൽ ബംഗാൾ ഗവർണറെ പ്രതിഷേധക്കാർ തടഞ്ഞു. പൗരത്വ നിയമം നടപ്പിലാക്കുന്നതിൽ BJPയിലും എതിർപ്പ്. മുസ്ലിങ്ങളെ മാത്രം ഒഴിവാക്കിയതിനെ ചോദ്യം ചെയ്ത് പശ്ചിമ ബംഗാൾ ഉപാധ്യക്ഷൻ. പ്രതിഷേധക്കാരുമായി ചർച്ചയ്ക്കില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സംഘർഷബാധിത മേഖലകൾ സന്ദർശിക്കാനെത്തിയ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും മീററ്റിൽ പോലീസ് തടഞ്ഞു. പൗരത്വ നിയമ ഭേദഗതിയിൽ സംസ്ഥാന സർക്കാർ സർവകക്ഷി യോഗം വിളിക്കും. ലക്ഷ്യം യോജിച്ച പ്രക്ഷോഭം. ഇനി സംയുക്ത സമരത്തിനില്ലെന്ന രമേശ് ചെന്നിത്തല. സ്വകാര്യ സന്ദർശനത്തിനെത്തിയ കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയ്ക്ക് നേരെ കണ്ണൂരിൽ കരിങ്കൊടി പ്രതിഷേധിച്ചു. ആസൂത്രിത നീക്കമെന്ന് യെദ്യൂരപ്പ. അക്രമത്തിന് സാഹചര്യമൊരുക്കിയതിന് സർക്കാരെന്ന് PK കൃഷ്ണദാസ്. പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ചലച്ചിത്ര പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി യുവമോർച്ച നേതാവിന്റെ ട്വീറ്റ്. നികുതി വെട്ടിപ്പ് പിടിച്ചാൽ പകപോക്കലായി കാണരുതെന്ന് മുന്നറിയിപ്പ്. സിനിമാ പ്രവർത്തകർ തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് കുമ്മനം രാജശേഖരൻ. കലാകാരന്മാർക്കും പ്രതിഷേധിക്കാമെന്ന് കമൽ. ആരോപണം ഉന്നയിക്കുന്നത് ഭയം മൂലം. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത്. ജില്ലാ ഭരണകൂടവും പോലീസും ക്ഷേത്ര കമ്മിറ്റിയും കരാറുകാരും അപകടത്തിന് ഉത്തരവാദികൾ. ലൈസൻസ് ലഭിക്കും മുൻപേ വൻതോതിൽ വെടിക്കോപ്പുകൾ ശേഖരിച്ചു. മുൻ MP N പീതാംബരക്കുറുപ്പിനെതിരെയും പരാമർശം. മരട് ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിനുള്ള സ്ഫോടനങ്ങളുടെ സമയം തീരുമാനിച്ചു. 11-ാം തീയതി രാവിലെ 11-ന് ഹോളി ഫെയ്ത്ത് നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർക്കും. 11:30 ആൽഫ സെറീൻ പൊളിക്കും. 12-ന് രാവിലെ ജെയിൻ ഫ്ളാറ്റും 2 മണിക്ക് ഗോൾഡൻ കായലോരവും.
ക്രിസ്മസ് ആഘോഷലഹരിയിൽ നാട്. തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് ദേവാലയങ്ങൾ ഒരുങ്ങി. ക്രിസ്മസ് വിപണിയിൽ വൻ തിരക്ക്. ഇന്നും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യമെമ്പാടും പ്രതിഷേധങ്ങൾ നടന്നു. പക്ഷേ വലിയ തോതിൽ അക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് രാജ്യ തലസ്ഥാനത്തടക്കം. അതെ, ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം മുൻനിരയിൽ നിൽക്കുന്നത് വിദ്യാർത്ഥികളാണ്. എവിടെയാണോ ഈ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചത് അവിടുത്തെ തന്നെ വിദ്യാർത്ഥികളായിരുന്നു ഇന്നത്തെ പ്രതിഷേധത്തിനും ഒരു മുന്നോട്ടം കുറിച്ചത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതെ, ഇന്നിപ്പോൾ ജന്തർ മന്ദിറിൽ ജാമിയ മില്ലിയ വിദ്യാർത്ഥികളടക്കം ഉണ്ട് പ്രതിഷേധത്തിൽ. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി അവർ പ്രതിഷേധിക്കുകയാണ്. ഭീം ആർമി, സ്വരാജ് അഭിയാൻ പ്രവർത്തകരും ജന്തർ മന്ദിറിലേക്ക് മാർച്ച് നടത്തി. മീററ്റിലാകട്ടെ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാൻ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എത്തി. പക്ഷേ അവരെ പോലീസ് തടയുന്നൊരു സാഹചര്യം ഇന്ന് ഉണ്ടായി. അവർക്ക് അടുത്ത ദിവസം അനുമതി നൽകാമെന്ന തരത്തിലേക്കാണ് പോലീസ് പറഞ്ഞിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങളുമായി പ്രദീപ് കുമാറുണ്ട്. പ്രദീപ്, ദില്ലിയിലെ പ്രതിഷേധം തുടരുകയാണോ? പൊതുവെ സമാധാനപരമായ രീതിയിൽ തന്നെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നു, അങ്ങനെയാണോ? അനുജ, എന്തായാലും രാജ്യത്തെ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ ജാമിയ മിലിയ വിദ്യാർത്ഥികളും ഒപ്പം സ്വരാജ് അഭിയാൻ പ്രവർത്തകർ അതിനോടൊപ്പം ഭീം ആർമി പ്രവർത്തകരുമാണ് ഇന്നിപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇന്ന് രാവിലെ ഈ മൂന്ന്, അതായത് ഈ ജാമിയ മിലിയ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ ഈ പ്രവർത്തകരും എല്ലാവരും മണ്ഡി ഹൗസിൽ ചേരുകയും അവിടെ നിന്നും പ്രകടനമായി 1 മണിയോടുകൂടി ജന്തർ മന്ദിറിലേക്ക് പ്രകടനം നടത്തുകയായിരുന്നു. ഈ സമയത്ത് 144 ആ മേഖലയിൽ പ്രഖ്യാപിച്ചെങ്കിലും വിദ്യാർത്ഥികളുടെ പ്രകടനം അത് സമാധാനപൂർവ്വം വരുന്നത് കണ്ടപ്പോൾ സ്വാഭാവികം അവിടെ ഡൽഹി പോലീസ് അതിനെ തടഞ്ഞില്ല. പകരം അവർക്ക് പ്രകടനം നടത്താൻ അനുമതി നൽകുകയായിരുന്നു. എന്തായാലും ജന്തർ മന്ദിർ വരെ വളരെ സമാധാനപൂർവ്വമായ ഒരു പ്രകടനമാണ്, ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇന്നിപ്പോൾ നടന്നത്. വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഇപ്പോൾ അവധിക്കാലമാണ് എങ്കിൽ പോലും അവർ ആരും നാടുകളിലേക്ക് പോവാതെ, വീടുകളിലേക്ക് പോവാതെ പകരം ഇവിടെ തന്നെ, അതായത് ഡൽഹി തന്നെ തങ്ങിക്കൊണ്ട് ഈ ഒരു പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ്. ജാമിയ സർവകലാശാലയ്ക്ക് മുന്നിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതിഷേധ പരിപാടിയെങ്കിൽ ഇന്നിപ്പോൾ ജന്തർ മന്ദിർ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിഷേധങ്ങളേറെയും. ഇതിലാണ് കൂടുതൽ പ്രവർത്തകരെത്തിയത്. മാത്രമല്ല ഈ സ്വരാജ് അഭിയാൻ്റെ നേതാവ് അദ്ദേഹവും അവിടെ എത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. വൈകുന്നേരത്തോടുകൂടി അവർ ആ പ്രതിഷേധം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം മാറ്റി നിർത്തിയാൽ വീണ്ടും ഈ ഒരു പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിപക്ഷം ശക്തമായി ഒരു കൂട്ടുകൂടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഒരു കത്തയച്ചിരിക്കുന്നു പ്രതിപക്ഷത്തിലുള്ള എല്ലാ പാർട്ടി നേതാക്കൾക്കും. അവർ ആ കത്തിൽ എഴുതിയിരിക്കുന്നത് കടുത്ത വേവലാതിയോടെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ കത്തെഴുതുന്നത്. പഴയ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ഒറ്റക്കെട്ടായി പെരുമാറണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, പുതിയ മുദ്രാവാക്യവും മമത കൊണ്ടുവന്നിരിക്കുന്നു. CAA മോശമാണ്, CAA ചീച്ചി എന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി തന്നെ മുദ്രാവാക്യം വിളിക്കുന്ന കാര്യങ്ങളും ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു എന്ന്. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്ന് ഈ ഒരു നിയമത്തെ എതിർക്കുന്നു. മറ്റൊരു വശത്ത് NDAയ്ക്കുള്ളിൽ തന്നെ ഭിന്നത. പല കക്ഷികളും പറയുന്നു അവർ വോട്ട് ചെയ്തെങ്കിലും ഇതിനവർ എതിരാണെന്ന്. ക്രിസ്റ്റീന, പ്രതിപക്ഷം ഈ സമയത്ത് അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഒന്നിച്ച് നിൽക്കേണ്ടത്, ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതെന്നൊരു ചോദ്യമാണ് ഇപ്പോൾ മമതാ ബാനർജി ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജി എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കും, അത് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അടക്കം എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കും ഒപ്പം തന്നെ പ്രതിപക്ഷത്തെ പാർട്ടികൾ നയിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും കത്തയച്ചിരിക്കുന്നത്. പ്രധാനമായും അവരാവശ്യപ്പെടുന്നത് ഈ ഒരു പ്രതിപക്ഷത്തിന് ഒരു ഐക്യം ഉണ്ടാകണം, ഒരു ഒറ്റക്കെട്ടായി തന്നെ നീങ്ങേണ്ട സമയമാണ്, രാജ്യത്തെ വീണ്ടെടുക്കേണ്ടതുണ്ട്, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അതിന് വളരെ കൃത്യമായ ഒരു പ്രതിരോധ നിര അത് തീർക്കുക തന്നെ വേണം എന്നൊരു കാര്യമാണ് മമതാ ബാനർജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ മമതാ ബാനർജി തന്നെയാണ് സംഭവിച്ചത്. എന്താണ് ഉത്തർപ്രദേശിൽ അവർ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ പോയതാണ്. എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ സന്ദർശനത്തിന് അനുമതി പോലീസ് നിഷേധിച്ചത്? അനുജ, ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം മരണങ്ങളുണ്ടായത്. 5 പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. സ്വാഭാവികമായും ഈ മരിച്ചവരുടെ ബന്ധുക്കളെ കാണുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വാദ്രയും മീററ്റിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ മീററ്റിലെത്തുന്നതിനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് വെച്ച്
ഇവരെ തടയുകയായിരുന്നു. ഉത്തർപ്രദേശ് പോലീസ് തടയുകയായിരുന്നു. തിരിച്ചു പോകണമെന്നും ആവശ്യപ്പെട്ടു. എന്തിനാണ് തങ്ങളെ തടയുന്നതെന്ന് ചോദിച്ചു. പക്ഷേ പോലീസ് അതിന് മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ് ഇരു നേതാക്കളും പ്രതികരിച്ചത്. എന്തായാലും ഇവർ നാളെ വീണ്ടും മീററ്റിലേക്ക് പോകുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പോലീസ് തടയുന്നെങ്കിൽ തടയട്ടെ, പക്ഷെ നാളെ വീണ്ടും അവിടെ കുടുംബങ്ങളെ, ഈ മരിച്ചവരുടെ കുടുംബങ്ങളെ കാണാൻ പോകും, അതിനായി ശ്രമിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ നാളെ വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തും, മീററ്റിലേക്ക് എത്തും എന്നതാണ് കോൺഗ്രസിന്റെ പ്രതികരണം. ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ് എന്ന് കേൾക്കാം. पुलिस वालों ने कहा कि हमें नहीं जाना है। नवीन चुप होने दे बात। ओके, ठीक है। हमने पुलिस वालों से हाथ बाहर कर लीजिए, आपके पास कोई ऑर्डर? हम सुन नहीं पाएंगे, आप बोलेंगे तो। आपके पास कोई ऑर्डर है? हाथ बाहर। उन्होंने हमें कोई ऑर्डर नहीं दिखाया, मगर उन्होंने कहा कि आप प्लीज। ओके सर, थैंक यू। ഇനിയിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അല്പസമയം മുൻപ് വന്നത് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനമെടുത്തിരിക്കുന്നു എന്നതാണ്. ഇത് സെൻസസ് अब जब एनपीआर के माध्यम से ये मालूम नहीं पड़ा कि कितने ओडिया बच्चे यहाँ रहते हैं, तो ओडिया भाषा സെൻസസ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമാണ് ഇത് എന്ന തരത്തിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വിശദീകരണം വരുന്നത്. ആ വാർത്തയിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപായി ഇപ്പോൾ അമിത് ഷാ ആഭ്യന്തരമന്ത്രി സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ. गुजराती में है ऑब्वियसली। इस प्रकार के पर्पस के लिए ये जनगणना मतलब सेंसस और एनपीआर दोनों का उपयोग होता है। मैं उस पे वापस आती हूँ सेंसस पे, पर आपने माइनॉरिटीज का जिक्र किया, इसलिए मैं माइनॉरिटी लीडर ओवैसी के बारे में उन्होंने खुद कहा है कि ये एनआरसी का दूसरा नाम है, बस एक दूसरे नाम से एनआरसी लाया जा रहा है। देखिए ओवैसी साहब, अगर हम कहेंगे सूर्य पूरब में उदित होता है तो कहेंगे नहीं भाई पश्चिम में होता है, ये उनका स्टैंड होता है। मुझे तो इससे कोई आश्चर्य नहीं। फिर भी मैं ओवैसी साहब को भी आश्वस्त करना चाहता हूं देश के गृह मंत्री के नाते कि इसका एनआरसी की प्रक्रिया से कोई लेन देन नहीं है। ये बहुत अलग प्रकार की प्रक्रिया है। तो सर जब माइनॉरिटीज की जिक्र कर रहे हैं आप, तो माइनॉरिटी हमेशा ये घबराहट होती है माइनॉरिटी कम्युनिटी में कि ये बार बार जो सवाल पूछते हैं, क्या आप नागरिक हैं, क्या आप यहाँ पर कब से हैं, कितने साल से हैं, जब बार बार सवाल उठता है तो दस्तावेज तो पेश करना पड़ेगा ना। एक भी सवाल ऐसा नहीं है कि आप नागरिक हैं। उन कितने साल से रह रहे इसलिए पूछते हैं कि इसकी एक प्लानिंग बनानी है, इसका आयोजन करना है। और ये डरा डरा कर ही माइनॉरिटी को सारे फायदों से दूर रखा था। मोदी जी की सरकार आने के बाद माइनॉरिटी को गैस भी मिला, घर भी मिला, शौचालय मिला, अब हेल्थ का कार्ड मिला है। अगर ये डराने का कार्यक्रम न करते तो अब तक मिल चुका होता। और अभी भी उनको ये सारी सुविधाएं न मिले, इसीलिए कुछ ऑपोजिशन पार्टियां इसका विरोध कर रही हैं। तो आपने सेंसस का जिक्र किया, जब सेंसस हो ही रहा है तो एनपीआर अभी लाने की क्या जरूरत है, क्योंकि 2015 में अपडेट हो तो गया था सेंसस। देखिए 2015 में पायलट लेवल पर अपडेट किया था। एक 10 साल में की जाने वाली प्रक्रिया है। 10 साल में देश में जनसंख्या के रहने में बहुत बड़ा उथल पुथल होता है। जनगणना भी 10 साल में होती है। ये भी 2010 में यूपीए ने यही एक्सरसाइज करी है, किसी ने सवाल नहीं उठाया। वो करते हैं तो सारी निर्दोष चीजें, हम करते हैं तो प्रॉब्लम है। मुझे तो समझ में नहीं आता किस प्रकार की पॉलिटिक्स कर रहे हैं। सर टाइमिंग को लेकर भी सवाल उठ रहा है कि अभी पूरे देश में हर कोने में प्रोटेस्ट चल रहे हैं सिटीजन अमेंडमेंट एक्ट को लेकर। स्टूडेंट से लेकर विद्यार्थी से लेकर लॉयर तक जो है वो घबराहट में है कि आप ये लॉ ला रहे हैं, सिटीजन अमेंडमेंट एक्ट जो अब लॉ बन गया है, अब ये आ रहा है, इसके बीच में ये पहले मैं स्पष्टता कर दूं, सिटीजनशिप अमेंडमेंट एक्ट में भी किसी की भी नागरिकता लेने का कोई प्रोविजन ही नहीं है। कोई मुझे समझा दे कहां है। ये नागरिकता देने का प्रोविजन है। तो इस देश के जितने भी वासी माइनॉरिटी वाले हैं, मुसलमान हैं, उनको किसी को डरने की जरूरत नहीं। और जहां तक आपने सवाल किया कि समय अनुकूल नहीं है, मैं बताता हूं, इसका नोटिफिकेशन एनपीआर का भारत सरकार ने 31/7/19 को कर दिया था, जब सीए आया ही नहीं था। सिटीजनशिप अमेंडमेंट बिल जो आया वो तो अभी आया, उस वक्त ये आया ही नहीं था। उसकी फाइल भी शुरू नहीं हुई थी नए सिटीजनशिप अमेंडमेंट बिल की।
उस वक्त 31/7/2009 को इसको नोटिफाइड कर दिया गया था, ये एक्सरसाइज को, और बहुत सारे राज्यों ने, लगभग सभी राज्यों ने कर दिया है नोटिफाइड, क्योंकि सीएए के लिए अब जनता के मन में से भय दूर हो गया है। इसलिए कुछ लोग अब एनपीआर का भय खड़ा करना चाहते हैं। वेस्ट बंगाल और केरला ने तो मना कर दिया कि इसके कोई भी मैं आज भी आपके कार्यक्रम के माध्यम से दोनों मुख्यमंत्री को कहना चाहता हूं कि मेरा विनम्र निवेदन है कि इस प्रकार का कदम न उठाएं, वो इस पर पुनः विचार करें। ये बंगाल की और केरला की गरीब जनता के कल्याण के लिए बनाए जाने वाले कार्यक्रमों का बेस है, आधार है। कृपया आप पॉलिटिक्स के लिए ये गरीब जनता को डेवलपमेंटल प्रोग्राम के बाहर मत रखिए, इनको जोड़ दीजिए। और मैं फिर से एक बार स्पष्ट करना चाहता हूं स्मिता जी कि इससे नेशनल एनआरसी का कोई लेन देन नहीं है, कोरी अफवाह फैलाई जा रही है। सर, आप क्या मानते हैं कि सेंटर और स्टेट के बीच अब कम्युनिकेशन जो नेटवर्क होना चाहिए वो इतना ब्रेकडाउन हो गया है कि स्टेट्स अब जो है, जहां पर आपकी सरकार नहीं है, बीजेपी की सरकार नहीं है, वो विश्वास ही नहीं करना चाहते कि आप क्या कह रहे हैं कि एनआरसी के साथ कोई संबंध नहीं। देखिए, पॉलिटिक्स और कम्युनिकेशन के बीच में अंतर होता है। जहां तक कम्युनिकेशन का सवाल है, हमने नोटिफिकेशन निकाला 31/7/19 को, आज तक सारे स्टेट ने नोटिफिकेशन निकाल चुके हैं। इसको कम्युनिकेशन कहते हैं। पॉलिटिक्स इसको कहते हैं कि सीएए के कारण बवाल खड़ा हुआ, सीएए का बवाल अब थमता जा रहा है, सब लोग सीएए को समझने लगे हैं, तो अब नई पॉलिटिक्स कर एनपीआर पे विवाद खड़ा करो। इसको पॉलिटिक्स कहते हैं। कम्युनिकेशन कहते हैं कि हमने 31/7/2019 को नोटिफिकेशन किया, उसके बाद सारे राज्यों ने नोटिफिकेशन कर दिया है। क्या इसे पॉलिटिक्स कहते हैं या बीइंग सेंसिटिव टू पीपल? मतलब कि अगर लोग समझते हैं कि इससे मुझे घाटा हो रहा है, तो क्या आप सेंसिटिविटी को लोग नहीं समझ रहे, लोगों को समझाया जा रहा है और गलत समझाया जा रहा है। गलत समझाया जा रहा है। इसीलिए स्पष्टता के लिए मैंने आज एएनआई की टीम को रिक्वेस्ट तो ये आप कह रहे हैं कि गलत समझाया जा रहा है, तो फिर ऐसे क्यों हुआ कि एक हफ्ते तक प्रोटेस्ट इतने वायलेंट हुए लेकिन कम्युनिकेशन जो है सरकार की तरफ से कमी रही, खामियां रही? क्या आप मानते हैं? देखिए, कुछ तो खामी रही होगी, मुझे स्वीकारने में कोई तकलीफ नहीं है, परंतु पार्लियामेंट का मेरा भाषण उठाकर देख लीजिए, इसमें मैंने ये सारी स्पष्टताएं करी है कि इसी से किसी भी अल्पसंख्यक की नागरिकता जाने का सवाल नहीं, किसी की भी जाने का सवाल नहीं, क्योंकि ये बिल में किसी की नागरिकता लेने का कोई प्रावधान ही नहीं है। अब आप सीएए के बारे में कह मैं रहे हैं? सीएए के बारे में कहता हूं। आपने कहा ना कम्युनिकेशन, तो सीएए में मैंने मेरे राज्यसभा लोकसभा के भाषण में ही स्पष्ट कर दिया था कि ये नागरिकता देने का कार्यक्रम है, बिल है, नागरिकता लेने का इसमें कोई प्रोविजन नहीं है, मगर लोगों को भड़काया गया। जब तक सच बात लोगों तक पहुंची तब तक थोड़ी हिंसा जरूर हुई है, मगर रिपीटेड हिंसा कहीं पर नहीं हुई, एक के बाद एक जगहों पे हुई। और मैं मानता हूं कि अच्छाई है कि जनता ने अब शांति के रास्ते पर चले हैं और वास्तविक स्थिति को समझाने का हम भी प्रयास करें। तो जो एनपीआर को लेके, इसको लेके भी बवाल उठ सकता है, इसको लेके भी मिसकम्युनिकेशन, अगर आप कह रहे हैं कि मिसकम्युनिकेशन की वजह से या फिर पॉलिटिक्स की वजह से लोगों को भड़काया गया और इसकी वजह से वायलेंस हुआ, तो क्या एनपीआर को भी लेके ऐसे हो सकता है? नहीं, इसीलिए मैं आपके साथ इंटरव्यू कर रहा हूं कि ये पूरी एक्सरसाइज कांग्रेस के बनाए कानून के अंतर्गत ही हो रही है। कांग्रेस ये पूरी एक्सरसाइज 2010 के अंदर, 11 के अंदर कर चुकी है, कार्ड भी बांटे हैं। हम वही एक्सरसाइज करने जा रहे हैं। कृपया मैं लोगों को भी विनती करता हूं, देश की जनता को भी विनती करता हूं कि आप ऐसे बहकावे में मत आइए कि एनआरसी और एनपीआर एक एक्सरसाइज है। एनपीआर की एक्सरसाइज का या जनगणना का एनआरसी के साथ कोई लेन देन नहीं है, दूर तक नहीं है, ना इसके डेटा का एनआरसी के लिए उपयोग होने वाला है। एनपीआर में, पिछले एनपीआर में जब हुआ था तो उस वक्त आधार नहीं था, आधार कार्ड। तो इस बार जो है, क्या आधार की इंफॉर्मेशन सिटीजन को देना पड़ेगा? जब क्वेश्चन पूछा जाएगा, जब सवाल पूछा जाएगा, तो क्या बायोमेट्रिक्स होगा और क्या देना पड़ेगा? देखिए स्मिता जी, हमने एक ऐप भी बनाया है जो फ्री ऑफ कॉस्ट हर नागरिक डाउनलोड कर पाएगा अपने मोबाइल पे और भरकर भेज सकता है। तो जब जनगणना अधिकारी आएंगे, एनपीआर के
बनाने वाले लोग आएंगे तब सिर्फ टिक कर 10 मिनट के अंदर काम समाप्त हो जाएगा। कोई डॉक्यूमेंट नहीं लेना है, कुछ नहीं लेना है। जो इन्फॉर्मेशन आप देंगे उसका सरकार रजिस्टर बनाएगी और ये इन्फॉर्मेशन के आधार पर आने वाले 10 दिनों तक भारत की विकास की योजनाओं का प्लानिंग होगा, भारत के विकास का खाका तैयार करेगा। तो जो आधार का नंबर होता है, क्या उसमें नंबर वगैरह देना पड़ेगा? नंबर देंगे तो प्रोविजन तो है, मतदाता नंबर भी मांगा गया है, लास्ट टाइम भी मांगा गया था और देने में कोई हर्ज नहीं। आपने आधार निकलवाया, आपका नंबर है तो देने में क्या। पर सरकार के पास जब इतना सारा इंफॉर्मेशन सिटीजन को लेकर ऑलरेडी है, कितने सारे डेटाबेस हैं, पासपोर्ट डिटेल्स है, राशन कार्ड डिटेल्स है, आधार डिटेल्स, उसको सब मैं आपको बताता हूं, हर 10 साल में अंतरराज्यीय उथल पुथल जनता की बहुत बड़ी होती है हर 10 साल के अंदर, और वो अंतरराज्यीय उथल पुथल को मैप पर रखे बगैर राज्यों के विकास के और केंद्र के विकास के नक्शे नहीं बन सकते। मैं राज्य सरकार में भी रहा हूं, जनगणना का आधार राज्य सरकारें भी लेती है, एनपीआर का आधार राज्य सरकारें भी लेती है अपने प्लानिंग के लिए। ये नहीं बन सकता और एक संवैधानिक प्रोविजन है हर 10 साल में जनगणना करना, ये संवैधानिक प्रोविजन है। तो ये डुप्लीकेशन एफर्ट नहीं है सेंसस 2021? जरा भी नहीं, दोनों एक साथ करने वाले हैं, कहां डुप्लीकेशन होगा? एक ही व्यक्ति, मतलब वही सवाल अगर दोनों में पूछना है तो फिर वो देखिए, मैंने आपको कहा 2 अलग एक्ट है, 2 अलग पर्पस है, मगर मैं फिर से स्पष्ट कर देता हूं कि कहीं पर भी देश के किसी भी नागरिक ने मन में ये शंका लाने का कोई कारण नहीं है, और विशेषकर माइनॉरिटी के भाइयों बहनों को, मुस्लिम भाइयों बहनों को, कि इसका उपयोग एनआरसी बनाने के लिए होगा। इसका कोई लेन देन नहीं है, एक कोरी अफवाहें फैलाई जा रही है और मैं मानता हूं ऐसा नहीं करना चाहिए। एनआरसी और एनपीआर में फर्क आपने समझाया, लेकिन जनगणना एक्सरसाइज जो सेंसस का एक्सरसाइज है और एनपीआर का जो एक्सरसाइज है, इसमें क्या फर्क है? अगर दोनों एक ही वक्त हो रहा है तो इसमें अलग क्या चीज है, जरूरत क्या है? ढेर सारा अलग है, आप एक बार साइट पर चली जाइए। हाँ। ढेर सारा अलग है, इसीलिए 2 कानून बनाए गए। और मैं अभी भी, आप देखिए, सवाल एनपीआर से कोई तकलीफ नहीं है। एनपीआर से तकलीफ होती तो इतने नोटिफिकेशन क्यों निकलते? 2010 में क्या हो, क्यों हुआ विवाद नहीं हुआ? 2015 में हुआ, क्यों विवाद नहीं हुआ? सवाल सीएए से खड़ा हुआ। ഇത്തരത്തിൽ NPR-ഉം NRC-യുമായി ബന്ധമില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് അമിത്ഷാ. അതെ, ഇത്തരത്തിലുള്ള ഈ NPR വിവരങ്ങൾ ഒരു കാരണവശാലും NRC-ക്ക് വേണ്ടി ഏത് കാലഘട്ടത്തിലും ചോദിക്കില്ല എന്നൊരു വാഗ്ദാനമാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മുൻ സർക്കാർ ചെയ്തു വെച്ചതിന്റെ തുടർച്ചയായി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അമിത്ഷാ. എന്തായാലും രാധാകൃഷ്ണനുണ്ട് വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ, ഇത് സെൻസസ് നടപടിക്രമങ്ങളുമായുള്ള വ്യത്യാസം എന്തോ എന്ന ഈ ചോദ്യകർത്താവിന്റെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായൊരു മറുപടി എന്ന തരത്തിലേക്ക് ഇപ്പോൾ അമിത്ഷാ പറയുന്നത് എന്താണ്? ഇത് സെൻസസ് പോലെ തന്നെ എന്നതിനപ്പുറത്തേക്ക് ഇതിനെ വ്യത്യസ്തമാക്കി നിർത്തുന്ന ഒരു ഘടകമുണ്ടല്ലോ, അതേക്കുറിച്ച് കൃത്യമായൊരു വിശദീകരണം മന്ത്രി നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും അനുജ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും ദേശീയ പൗരത്വ രജിസ്റ്ററും രണ്ടും രണ്ടാണ്. ഇതിന്റെ നടപടിക്രമങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ജനസംഖ്യാ രജിസ്റ്ററിന് വേണ്ടി ശേഖരിക്കുന്ന വിവരങ്ങൾ പൗരത്വ രജിസ്റ്ററിന് വേണ്ടി ഉപയോഗിക്കില്ല എന്നതടക്കമുള്ള തടസ്സവാദങ്ങൾ ഉന്നയിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇവിടെ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളിൽ ഏറ്റവും പ്രധാനം, പ്രത്യേകിച്ച് അനുജ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനം, 2 സംസ്ഥാനങ്ങളോട്, കേരളത്തോടും ഒപ്പം ബംഗാളിനോടും അവിടെയുള്ള മുഖ്യമന്ത്രിമാരോട് അദ്ദേഹം നടത്തിയ അഭ്യർത്ഥനയാണ്. പൗരത്വ രജിസ്റ്ററിന്റെ ഭാഗമായിട്ടല്ല ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് ജനസംഖ്യാ രജിസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിൽ സഹകരിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ സഹകരിക്കാതിരുന്നാൽ ഈ 2 സംസ്ഥാനങ്ങളിലുമുള്ള വികസന പദ്ധതികൾക്ക് അടക്കം, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ക്ഷേമ പദ്ധതികൾ അടക്കമുള്ളവയ്ക്ക് തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാൻ 2 മുഖ്യമന്ത്രിമാരും സഹായിക്കണം എന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത്. അവിടെ അദ്ദേഹം നയമാണ് വ്യക്തമാക്കുന്നത്. കാരണം വളരെ പ്രകടമായി അക്രമ രീതിയിലുള്ള ഒരു പ്രസ്താവനയല്ല അദ്ദേഹം നടത്തുന്നതെങ്കിലും അതിനുള്ളിലുള്ള സന്ദേശം വളരെ വ്യക്തമാണ്. ഈ NPR-മായി ബന്ധപ്പെട്ട സഹകരണം 2 സംസ്ഥാനങ്ങളും ലഭ്യമാക്കിയാൽ മാത്രമേ തുടർന്നുള്ള കേന്ദ്ര പദ്ധതികൾക്കും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്കും ഈ 2 സംസ്ഥാനങ്ങൾക്കും അർഹതയുണ്ടാകൂ, അവിടെയുള്ള ജനങ്ങൾക്ക് അത് ലഭിക്കൂ എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ആഭ്യന്തരമന്ത്രി നൽകുന്നത്. ഇതിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങളുമായി
നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളും ഏറെ ശ്രദ്ധേയമാണ്. കാരണം ഒരു വിധത്തിലുള്ള അവ്യക്തതകളും അല്ലെങ്കിൽ NRCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയും പാർലമെന്റിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ദേശീയ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ ഈ NRCയെ വലിച്ചിഴച്ചു കൊണ്ടുവന്നത് ചില നിക്ഷിപ്ത താല്പര്യമാണ്. അതിന് പിന്നിൽ ചില രാഷ്ട്രീയ അജണ്ടകളുണ്ട്. ഈ അജണ്ടകൾക്ക് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത്. ഇതിൽ പറയുമ്പോഴും അദ്ദേഹത്തിന് വളരെ വ്യക്തമായി അറിയാം ഈ ദേശവ്യാപക പ്രക്ഷോഭം ഉണ്ടായിരിക്കുന്നത് ചില ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, എന്തുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തുന്നു, മറ്റൊന്ന് എന്തുകൊണ്ട് 3 രാജ്യങ്ങളെ മാത്രമായി ഇത് ഒതുക്കുന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹം വ്യക്തമായി പറയുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല, അപ്പോഴും അല്ലാത്ത ഇന്ത്യൻ മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് എന്ത് സംഭവിക്കുമെന്ന് അദ്ദേഹം പറയാൻ തയ്യാറാകുന്നില്ല. തീർച്ചയായും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന് ഈ ദേശീയ ഇപ്പോൾ അവതരിപ്പിച്ച പൗരത്വ ഭേദഗതി ബില്ല്, ആ പൗരത്വ ഭേദഗതി ബില്ല് ആരുടെയും പൗരത്വം നശിപ്പിക്കുന്ന ഒരു നിയമനിർമ്മാണമല്ല, മറിച്ച് മറ്റ് 3 രാജ്യങ്ങളിലെ ജനസംഖ്യാപരമായിട്ട് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള സമുദായങ്ങൾക്ക് അവർക്ക് ഇവിടെയുള്ള പൗരത്വം നൽകാനായിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന ഒരു തടസ്സവാദത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെയെല്ലാം കേന്ദ്രീകരിക്കുന്നു. മറിച്ചുള്ള പ്രചരണങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഒന്ന്, രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ തെറ്റായി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. തെറ്റായ വാർത്തകൾ നൽകുന്നു, തെറ്റായ വിവരങ്ങൾ പടരുന്നു, ഇതിന്റെ അടിസ്ഥാനത്തിൽ അക്രമങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ആശങ്കയും വേണ്ട എന്ന് പറയുന്നതിനൊപ്പം ന്യൂനപക്ഷങ്ങൾക്ക് ഈ സർക്കാർ ഈ NRCയുടെ നടപ്പാക്കലുമായി ബന്ധപ്പെട്ട് BJP പിന്നാക്കം പോകുന്നതിലേക്ക് ചിന്തിക്കുന്നു എന്നത് തന്നെയല്ലേ ഇന്നിപ്പോൾ അമിത്ഷായും പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാംലീല മൈതാനിയിൽ പ്രധാനമന്ത്രി പറഞ്ഞത് NRC രാജ്യവ്യാപകമായി നടപ്പാക്കില്ല എന്നാണ്. ഇന്നിപ്പോൾ അദ്ദേഹവും ഈ അഭിമുഖത്തിൽ അത് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് BJP ഗൗരവതരമായി ആലോചിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അനുജ, ഇതിൽ ഒരു 2 തരത്തിൽ നമുക്കിതിനെ വീക്ഷിക്കാം. കാരണം BJPക്കുള്ളിൽ ഇപ്പോൾ ഉള്ള ഒരു വിമർശനം NRC എന്ന പ്രഖ്യാപനം അല്ലെങ്കിൽ NRCയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആദ്യം അവതരിപ്പിച്ചതിനെതിരെ BJPയിൽ ഒരു തർക്കം ഇപ്പോൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചർച്ച ആദ്യം രൂപീകരിച്ചതാണ് ഈ പൗരത്വ ഭേദഗതിയും അടക്കമുള്ള വിഷയങ്ങൾക്ക് എതിർപ്പുണ്ടാകാനായിട്ടുള്ള കാരണമായി BJPയുടെ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ദേശീയ പൗരത്വ ബിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഇനി അജണ്ടയിൽ നിന്നും മാറ്റിവെക്കുക എന്ന ഒരു തീരുമാനത്തിലേക്കാണ് BJP എത്തുന്നത്. ഇതിനർത്ഥം ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്ന നടപടികളിൽ നിന്നോ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്നോ BJP പിന്മാറുന്നു എന്നല്ല, മറിച്ച് ഇതിന് അനുബന്ധമായിട്ടുള്ള സാഹചര്യങ്ങളും വിവരങ്ങളും ശേഖരിക്കാൻ വേണ്ട വിധത്തിലുള്ള നടപടികൾ പൂർത്തിയാക്കുക. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിയായി നമുക്ക് വേണമെങ്കിൽ ഈ NPRനെ അടക്കമുള്ളവയെ കാണാം. കാരണം ശേഖരിക്കപ്പെടുന്ന വിവരങ്ങൾ ഈ ദേശീയ ജനസംഖ്യ രജിസ്റ്ററിന്റെ ഭാഗമായി ശേഖരിക്കപ്പെടുന്ന വിവരങ്ങൾ അത് പൗരത്വ രജിസ്റ്ററിനും അതിനനുബന്ധമായി മറ്റു ചോദ്യങ്ങളൊന്നും വലിയ രീതിയിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഇപ്പോൾ എടുക്കുന്നത് ഒരുപക്ഷെ ഒരു തൽക്കാലം ഒന്ന് പിന്മാറാനായിട്ടുള്ള ഒരു ശ്രമം മാത്രമായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായി എന്ന വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ജാർഖണ്ഡ് അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി രാധാകൃഷ്ണൻ, നന്ദി ഇത്രയും വിവരങ്ങൾ നൽകിയതിന്. എന്തായാലും ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് റാലിയിലടക്കം അമിത്ഷാ പറഞ്ഞതാണ് ഇത് നടപ്പാക്കുമെന്നത്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം അത് മാറ്റിപ്പറയുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി ഇതിനൊരു കാരണമായിരിക്കാം. ഒരു വർഷത്തിനുള്ളിൽ BJPക്ക് നഷ്ടമാകുന്ന 5ാമത്തെ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. കൂടുതൽ വാർത്തകളുണ്ട്. ന്യൂസ് ട്രാക്ക് 1710 ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. അതിനുശേഷം മറ്റു വാർത്തകൾ കാണാം. ന്യൂസ് ട്രാക്ക് 1710 തുടരുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. പൗരത്വ നിയമ ഭേദഗതിയിൽ സംയുക്ത പ്രക്ഷോഭത്തിന്റെ തുടർ സാധ്യതകൾ തേടി സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. ഈ മാസം 29 രാവിലെ 11 തിരുവനന്തപുരത്താണ് യോഗം. സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്നും യോജിച്ച പ്രക്ഷോഭം അടഞ്ഞ അധ്യായമാണെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. പൗരത്വ നിയമ ഭേദഗതിയിൽ സംസ്ഥാനത്തിന്റെ ഒറ്റക്കെട്ടായ പ്രതിഷേധം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താനാണ് സർവകക്ഷി യോഗം. BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ യോഗവുമായി സഹകരിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. യോജിച്ച പ്രക്ഷോഭത്തിനുള്ള സാധ്യത തേടുന്നതിനൊപ്പം നിയമം നടപ്പിലാക്കാതിരിക്കുന്നതിനുള്ള നിയമവശങ്ങളും ചർച്ചയാകും. സംസ്ഥാനത്തെ മതനിരപേക്ഷ അന്തരീക്ഷം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് യോഗമെന്നാണ് സർക്കാർ വിശദീകരണം. യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ രാഷ്ട്രീയ കക്ഷികളും
മതേതര വിശ്വാസികളും ഈ കരിനിയമത്തിനെതിരായി ഒറ്റക്കെട്ടായി ഇന്ന് വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തുടനീളം നടത്തുകയാണ്. യോജിച്ച പ്രക്ഷോഭം അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞ ചെന്നിത്തല മനുഷ്യച്ചങ്ങലയിലേക്ക് UDF-നെ ക്ഷണിച്ചത് ഔചിത്യമില്ലായ്മയാണെന്നും വിമർശിച്ചു. KPCC പ്രസിഡന്റ് നിലപാടാണ് പാർട്ടിയുടേതും. മുല്ലപ്പള്ളിക്കെതിരായ CPIM പരാമർശം അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. 24 തിരുവനന്തപുരം. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രതിഷേധങ്ങളായിരുന്നു. അപ്പോൾ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതികരണങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രതിഷേധക്കാരുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. അക്രമങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് പോലീസ് വെടിവെച്ചത്. പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ ഉണ്ടാക്കാൻ ചിലർ മനഃപൂർവ്വം ശ്രമിക്കുന്നു. രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുവെന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും V. മുരളീധരൻ ആരോപിച്ചു. വാക്കുകളിലേക്ക്. അല്ല, ഒരു വിഭാഗത്തിൻ്റെ ആശങ്ക ഇവിടെ ഇല്ല. ആശങ്ക ഉണ്ടാക്കാൻ ചില ആളുകൾ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ആശങ്ക